I request your permission to present him. രാജ്ഭവനിൽ വൈകിട്ട് 4-ന് നടന്ന ചടങ്ങിലാണ് കുട്ടനാട് MLA തോമസ് ചാണ്ടി സത്യവാചകം ചൊല്ലി മന്ത്രിയായി ചുമതലയേറ്റത്. ദൈവനാമത്തിലായിരുന്നു സത്യപ്രതിജ്ഞ. തോമസ് ചാണ്ടിയായ ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിന്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തയും കൂറും പുലർത്തുമെന്നും മന്ത്രിസഭയിലെ പുതിയ അംഗത്തെ മുഖ്യമന്ത്രിയും ഗവർണറും അനുമോദിച്ചു. മുഖ്യമന്ത്രി ഉൾപ്പെടെ 9 മന്ത്രിമാരും രാഷ്ട്രീയ നേതാക്കളും ഉദ്യോഗസ്ഥരും ബന്ധുക്കളും കുട്ടനാട്ടിൽ നിന്നുള്ള പ്രവർത്തകരും സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുത്തു. തലസ്ഥാനത്തില്ലാത്തതിനാൽ പ്രതിപക്ഷ നിരയിലെ പ്രമുഖർ രാജ്ഭവനിലെ ചടങ്ങിന് എത്തിയിരുന്നില്ല. VS അച്യുതാനന്ദനും പങ്കെടുത്തില്ല. സത്യപ്രതിജ്ഞാ ചടങ്ങിനും ഗവർണറുടെ ചായ സൽക്കാരത്തിനും ശേഷം തോമസ് ചാണ്ടി സെക്രട്ടേറിയറ്റിലെ ഓഫീസിലെത്തി ഔദ്യോഗിക ചുമതലകൾ ഏറ്റെടുത്തു. ഭാരിച്ച ഉത്തരവാദിത്തമാണെന്നറിയാം, അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഏറ്റെടുക്കുന്നത്. മന്ത്രി പദമൊഴിഞ്ഞ AK ശശീന്ദ്രന്റെ ഓഫീസാണ് തോമസ് ചാണ്ടിക്കും അനുവദിച്ചത്. KSRTCയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ തോമസ് ചാണ്ടിക്ക് കഴിയുമെന്ന് സത്യപ്രതിജ്ഞാ ചടങ്ങിന് മുൻപ് അദ്ദേഹത്തെ സന്ദർശിച്ച AK ശശീന്ദ്രൻ പറഞ്ഞു. 2006-ൽ കുട്ടനാട്ടിൽ നിന്നും DICK പ്രതിനിധിയായി കന്നി വിജയം നേടിയ തോമസ് ചാണ്ടി തുടർച്ചയായ 3-ാം തവണയാണ് 2016-ൽ നിയമസഭാംഗമായത്. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.